നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ ആ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് രണ്ടാം ദിവസവും ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയപ്പോൾ അവർ കോടതിയെ സമീപിച്ച് പ്രധാനമായും ഉണർത്തിയ കാര്യങ്ങൾ ഈ ഒരു ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലാണ്, പാർക്കിൻസൺ രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയിലാണ്. അതുകൊണ്ട് അങ്ങനെ ED ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാനായിട്ട് സ്പീഡ് കൂട്ടിക്കൊണ്ടുള്ള നീക്കങ്ങളാണ്. അതായത് 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ടും ശശിധരൻ കർത്ത ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഹാജരായിട്ടില്ല, ചെന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് മറവി രോഗം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് 2ാമത്തെ പ്രാവശ്യം കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തു. അപ്പോൾ മറവി രോഗം ഉണ്ടെന്നൊക്കെ കൊടുത്തെങ്കിലും ED ഇന്ന് ആലുവയിലെ വീട്ടിലെത്തി ഏറ്റവും വേഗത്തിൽ EDയുടെ ലക്ഷ്യം മാസപ്പടി വിഷയം വീണ വിജയനിലേക്ക് ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഞാനല്ല പറയുന്നത്.